ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 4 ദിവസം മുമ്പ് പ്രസംഗിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഏത്? ഈ അലി ഖമനൈ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഷഹീദാണെന്ന് പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ ചാടി കുത്തിയ തരങ്ങൾ. ഇപ്പൊ ഇന്ന് നമ്മളെ റാസ് സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ നമ്മളെ ബഹുമാനായ ഷാഫിച്ച പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ക്ലിപ്പ് അയച്ച് നിങ്ങൾ കേട്ടോ വെച്ചു. ഞങ്ങൾക്കെല്ലാം കേൾക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ തുറന്നു നോക്കിയപ്പോ എന്താ ജംഗ്ഷൻ ഹാക്കോ എന്തൊരു ചാനൽ ഉണ്ടല്ലോ, അനിൽ ഇപ്പൊ നമ്മളെ ക്ലിപ്പാണ് ഇട്ടിക്കണേ. ആ ക്ലിപ്പ് ഇട്ടിട്ട് എന്താ മൂപ്പര് പറയണേ? കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ കാണാനിടയായി. ദേ ഇതാണ് ആ പാസ്റ്റർ. ഇതാ പുതിയൊരു പുരോഹിതൻ വന്നിരിക്കുന്നു. അപ്പൊ അനിൽ മുഹമ്മദ് നാളെ പിറ്റേന്നപ്പോ നമ്മളെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കേട്ടോണ്ടാണല്ലോ നമ്മളെ ക്ലിപ്പ് ഇട്ടിട്ട് സംസാരിച്ചത്. അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. അദ്ദേഹം ആദ്യം ഇങ്ങനെ നമ്മൾ ട്രംപിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടേ ട്രംപിന്റെ ചുറ്റും കുറെ പാതിരിമാരിയിരിക്കുന്നു. എന്നിട്ട് ആ പാതിരിമാരുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയാണ് ട്രംപ് ചെയ്ത പാപങ്ങളൊക്കെ പാതിരിമാരോട് ഏറ്റുപറയുകയാണ്. അതിനുശേഷമാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലിപ്പ് കാണിക്കണം അദ്ദേഹം. എന്നിട്ട് പറയാണ് ഇതാ മറ്റൊരു പാതിരി. സന്തോഷമുള്ള അയാൾ നമ്മളെ വിളിച്ചിന്. നമുക്ക് അയാളെ ആ ഒരു സംസ്കാരത്തിൽ നമ്മൾ വിളിക്കണില്ല അല്ലെ? അനിൽ മുഹമ്മദിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ അലി ഖമനൈ എന്ന് പറയുന്ന വ്യക്തി ഷഹീദല്ല എന്ന് പറഞ്ഞത് ഇസ്രായേലർ അവരോട് നടത്തിയ നരനായാട്ടിന്റെ പേരിലല്ല. ഇസ്രായേൽ ജനത ചെയ്യുന്നത് തമ്മാടിത്തമാണെന്ന് അതേ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന പൊതുശത്രു ഇറാനിൽ ആക്രമിക്കുമ്പോ അവർ ചെയ്യുന്നത് നീതിയോ അനീതിയോ അത് വേറെ ചർച്ച. അവർ ചെയ്യുന്നത് തമ്മാടിത്താണ്, സംശയമല്ല. പക്ഷെ ഇവിടെ ഇയാൾ എന്ത് ചെയ്യണ്ട, ഷഹീദിന്റെ പദവിക്ക് ഉയർത്തണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ അറിഞ്ഞും അറിയാതെയും അദ്ദേഹത്തെ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അത് ചെയ്യല്ല. കാരണം ഞാൻ അക്കമിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അറിയപ്പെട്ട സഹാബികളിൽ പ്രമുഖനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കിയ ആളാണ് എന്ന് അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട കിതാബിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? ഏതാണ് ആ കിതാബ്? ഇന്നും ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന അവരുടെ അഖീദ പഠിക്കുന്ന അൽ ഖവാസ് വൽ അഹ്ലാത്തുൽ മസീരിയ എന്ന് പറയുന്ന ഗ്രന്ഥം. നാളെ ഇത് ക്ലിപ്പായി ഇറങ്ങുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ഗ്രന്ഥം കാണും. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര്? ഇത് അലി ഖമനൈ എഴുതിയ ഗ്രന്ഥാണ്. അൽ ഖവാസ് വൽ അഹ്ലാത്തുൽ മസീരിയ. ആ ഗ്രന്ഥം അലി ഖമനൈ എഴുതിയ ഗ്രന്ഥാണ്. ആ ഗ്രന്ഥത്തിന്റെ 57-ാമത്തെ പേജിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കിയ ആളാണെന്ന് അലി ഖമനൈ എഴുതിയ ആളെ എങ്ങനെയാണ് അനിൽ മുഹമ്മദ് സാഹിബെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? അദ്ദേഹം പറയട്ടെ. നമ്മൾ അതേ പറഞ്ഞോളൂ, നമുക്ക് അതാണ് വേദന. അലി ഖമനൈയെ നിങ്ങൾ ഷഹീദാക്കാൻ പാടില്ല. കാരണം സിദ്ദീഖുൽ അക്ബറിനെ ഭിന്നതയുണ്ടാക്കിയ ആളാണ് എന്ന് ആ ഗ്രന്ഥത്തിന്റെ 57-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. മാത്രമല്ല അതേ ഗ്രന്ഥത്തിന്റെ 52-ാമത്തെ പേജിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുടെ വസിയ്യത്ത് തടഞ്ഞവനായി മുദ്ര കുത്തപ്പെടുന്നു. അലി ഖമനൈ എഴുതിയതാണ്. മാത്രമല്ല അതേ ഗ്രന്ഥത്തിന്റെ 65-ാമത്തെ പേജിൽ നമ്മുടെ ഉമ്മ ആയിഷ ബീവിയെയും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെയും ഇസ്ലാമിലെ ആദ്യത്തെ കള്ളസാക്ഷ്യം പറഞ്ഞവരാണെന്ന് എഴുതുന്നുണ്ട്. തീർന്നിട്ടില്ല. അതേ ഗ്രന്ഥത്തിന്റെ 67-68 പേജിൽ സഅദ് ബിൻ അബീ വഖാസ്, അബൂ മൂസ അശ്അരി തുടങ്ങിയവർ ദുനിയാവ് മോഹിച്ച് അമൽ ചെയ്തവരാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈമാന്റെ കണികങ്ങൾ ഹൃദയത്തിലുണ്ടോ അനിൽ മുഹമ്മദ് സാഹിബ്? എങ്കിലും നിങ്ങളിത് പറയാൻ പറ്റുമോ? തീർന്നിട്ടില്ല. അലി ഖമനൈ എഴുതുകയാണ് 63-ാമത്തെ പേജിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗാവകാശിയാണ്. നിവർന്നുകൊണ്ട് മലന്ന് നീന്തി സ്വർഗത്തിലേക്ക് പോകുന്ന സഹാബിയാണെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പ്രവാചകന്റെ കാലശേഷം അവിടുത്തെ ഭാര്യമാർക്ക് അന്നം നൽകിയ, അവിടുത്തെ ഭാര്യമാർക്ക് വേണ്ട സഹായം നൽകിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചതിയനും വഞ്ചകനുമാണ് എന്ന് അതിന്റെ 63-ാമത്തെ പേജിലില്ലേ? ഇയാളെങ്ങനെ ഷഹീദാകുക? അയാൾ മരിച്ചു നിങ്ങൾ പറഞ്ഞു. ദുനിയാവിൽ ഇപ്പൊ കുറെ രാഷ്ട്രീയക്കാർ വെട്ടും കുത്തും കിട്ടി മരിക്കുന്നുണ്ട്. ആ രക്തസാക്ഷി ആയിക്കോട്ടെ, പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ വരവെക്കരുത്. അതിനുവേണ്ടി മലയാളിയായ മുസ്ലിമായ അനിൽ മുഹമ്മദെ നിങ്ങളെ തുള്ളാൻ പാടില്ല. തീർന്നിട്ടില്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം ഇവർ വഴിതെറ്റിയവരാണ്, ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയവരാണ് എന്ന് അതിന്റെ 100-ാമത്തെ പേജിലില്ലേ? നിങ്ങൾ ഇതിനൊക്കെ ഒന്നും തൊടിയും നമ്മൾ പാതിരി വിളിച്ചോണ്ടോ എന്ന് മാത്രം അത് പൂർത്തിയാവില്ലല്ലോ. നമ്മളെ പാതിരി എന്ന് വിളിച്ചോണ്ട് മാത്രം എന്താവില്ല? നമ്മൾ പറഞ്ഞ ആശയത്തെ അദ്ദേഹം ടച്ച് ചെയ്തിട്ടില്ല അല്ലേ? ചില പാതിരിമാരുടെ ആലയിൽ കൊണ്ടുപോയി നമ്മളെ കെട്ടിക്കണം, അത് പാടില്ല.